പലതരം പെറ്റ്സിനെ പലരും വീടുകളിൽ വളർത്താറുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്ന ഒരു വ്യത്യസ്തമായ ഒരു പെറ്റാണ്. അത് നിങ്ങൾ കണ്ടോ എന്താണെന്ന്? ചിണ്ടു ആരാണെന്ന് അറിയണ്ടേ? നേരിട്ട് നിങ്ങൾ കണ്ടോ? ചിണ്ടു തന്നെ ഉണ്ട് കേട്ടോ. ചിണ്ടു തന്നെ ഉണ്ട്. ചിണ്ടൂസ് ഇതാണ് നമ്മുടെ ചിണ്ടുപ്പല്ലി. പുള്ളി ചോറ് കഴിക്കാൻ വന്നേക്കണയാണേ. നോക്കണുണ്ടോ? ഓക്കെ, അവനിച്ച് ചോറ് കൊടുക്കാം. ചോറ് കൊടുക്കാൻ പോവാണേ. പൊറോട്ട കഴിക്കും, പക്ഷേ അതിന് ചോറ് കൊടുക്കാം. നമുക്ക് ചോറ് വെച്ചിട്ടുണ്ട്. ചോറ് ഇവന്റെ വിളിയും പറിച്ചിലും കേട്ടാത്തൊന്നും മക്കളെ അല്ലെങ്കിൽ പെണ്ണുമ്പിള്ളേനെ വിളിച്ച് ചോറ് വെച്ചിട്ടുണ്ടെന്ന് പറയണവര്. എന്തായാലും ബാക്കി വിശേഷം ഞാൻ പറയാം. ചിണ്ടു വന്നുണ്ട് കേട്ടോ. ചിണ്ടു വന്നുണ്ടേ. ചിണ്ടു എത്തിപ്പോയി. ചോറെടുക്കും കേട്ടോ. ചിണ്ടു ചോറെടുക്കാൻ പോവാണേ. ഇവനെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. ഇവൻ അവിടെ വീട്ടിലൊറ്റക്കായതുകൊണ്ട് തന്നെ. പിന്നെ ഒരു പട്ടിയുണ്ട്. ആ പട്ടി എപ്പോഴും വീട്ടിലായിരിക്കും. പിന്നെയുള്ള കമ്പനി അല്ലെങ്കിൽ ഒരു ആശ്രയം ഇതാണ് ഈ ചിണ്ടുപ്പല്ലി. അവനിട്ടാണ് പേരാണ് ചിണ്ടു. അടിപൊളി. എന്തായാലും നേരിട്ട് എനിക്ക് കാണാനൊക്കെ പറ്റിയിട്ടത്. ഇതിപ്പോൾ അവനെടുത്ത വിഷ്വൽസാണ് നിങ്ങൾ കാണുന്നത്. ഒരു ദിവസം ഞാൻ അവിടെ പോയി എടുത്ത കുറച്ച് വിഷ്വൽസ് കൊണ്ടുണ്ടായി. ഞാൻ ഇതിൻ്റെ പുറകിടാം. ചിണ്ടു ചോറ് തിന്നുന്നത് കണ്ട് ഗൈസ്. ചിണ്ടു ചോറ് തിന്നുന്നത് കണ്ട് ഗൈസ്. കണ്ടു. പിന്നെ ഇവൻ്റെ വോയിസ് അല്ലെങ്കിൽ ഈ ഒരു സംസാരം ഭയങ്കര രസമായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. എനിക്കിത് കാണുമ്പോൾ എന്താണ് എന്നെ പറയാൻ പോകണമെന്ന് എനിക്കറിഞ്ഞൂടാ. 2-3 ദിവസമായി പുള്ളി. ഞാൻ ഉണ്ടായിരുന്നില്ല, സ്ഥലത്ത് ഉണ്ടായില്ല. 2-3 ദിവസമായി പുള്ളിക്ക് ഭക്ഷണം കിട്ടിയിട്ടെന്ന് തോന്നുന്നു. വരും. ഇവൻ 2-3 ദിവസം ഇല്ലാത്തതിൻ്റെ ചിലപ്പോൾ എന്താണ് വിശപ്പിൻ്റെ ആക്രാന്തം ഒരിക്കണം, ചിലപ്പോൾ ഇത് തിന്ന് തീർക്കണമെന്ന് തോന്നണ്. ഞാനിത് നേരിട്ട് കണ്ടപ്പോഴും എനിക്ക് മനസ്സിലായത്, അല്ലെങ്കിൽ ഈ ഒരു വിഷയം ഇത് അവനെടുത്തതെന്നാണെന്ന് ഞാൻ പറഞ്ഞില്ലേ, മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ചിണ്ടുപ്പള്ളിയുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയയിലാണ്. പക്ഷേ ഇത് പട്ടിണി ആവില്ല കേട്ടോ ഇവനില്ലെന്ന് വെച്ച്. എന്തെങ്കിലുമൊക്കെ ജീവികളെ അല്ലെങ്കിൽ പാറ്റനെയൊക്കെ പിടിച്ചാൽ അങ്ങനെ പോകും. എന്നാലും ഞാൻ പറഞ്ഞത് ഇതിന് അതായത് ഇവൻ ആ അടുക്കള ഭാഗത്തേക്ക് ചെന്നാൽ ഈ പല്ലി ആ ടേബിളിനെ ചുറ്റിപ്പറ്റി ഉണ്ടാവും. അപ്പം ഞാനുള്ളതുകൊണ്ടാണ് അത്ര അത് മുമ്പിലോട്ട് വരാത്തതെന്നാണ് അവൻ പറയണത്. അല്ലെങ്കിൽ കുറച്ചും കൂടി പുള്ളിക്ക് പേടിയില്ല എന്നുള്ളതാണ്. അവന് ഡെയിലി കാണണം, അവൻ ഫുഡ് കൊടുക്കുന്നുണ്ടല്ലോ. പക്ഷെ ഇതൊരു ഭയങ്കര രസമായിട്ട് വേണ്ടി ഈ പല്ലിക്കൊക്കെ തീറ്റ കൊടുത്ത് നമ്മളൊക്കെ ഓടിച്ചു കൂടുന്ന സാധനമാണ്. ഇത് നോക്കിയത് ഇവിടെ ഇരിക്കുന്നുണ്ട് ടേബിളിൻ്റെ അടിയിൽ. ഈ മറ്റേ ഫ്ലാഷ് അടിച്ച് ഞങ്ങൾ വിട്ടളയോ, അത് വേറെ പ്രശ്നം. ഞാനൊന്ന് ഫ്ലാഷ് അടിച്ചപ്പോൾ ഓടി. പിന്നെ എന്നെ കണ്ടിട്ടുമില്ലല്ലോ, അതിൻ്റെ ഒരു പ്രശ്നമാണ് കേട്ടോ. ഭയങ്കര ഒരു രസകരമായിട്ട് തോന്നി. പിന്നെ ഇവനിട്ടങ്ങനെ പേരും ഇവർ തമ്മിലുള്ള ആ ഒരു കമ്പനി അടിപൊളിയാണ്. അതാണ് ഞാൻ ആ വോയിസ് കട്ട് ചെയ്യാനിട്ട്. എന്തായാലും ചീത്ത എനിക്ക് കേൾക്കും. അതൊക്കെ ഇട്ട് ഈ വീഡിയോ അവൻ കണ്ടു കഴിയുമ്പോൾ അതാണ് ഞാൻ അവൻ്റെ പേര് പറയാത്തത്. പിന്നെ ഇനി നിങ്ങൾ കാണാൻ പോണത് ഞാനെടുത്ത കുറച്ച് വിഷ്വൽസ് ഉണ്ട്. ഇത് അവനെടുത്താണ്. അടുത്ത ക്ലിപ്സ് തൊട്ടുള്ളത് ഞാനെടുത്താണ് കേട്ടോ. ഇത് നോക്കിയേ, ഞാനാണ് പോയി എടുക്കണമെങ്കിൽ എൻ്റെ അടുത്തേക്ക് വരില്ല, കാരണം എന്നെ കണ്ടിട്ട് ഓടിക്കളയുന്നത്. ഇതൊക്കെ ഞാനെടുത്തൊരു ക്ലിപ്പാണെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഇത് ഞാൻ കുറച്ച് നാൾ മുന്നേ എടുത്താണ് കേട്ടോ. ക്വാളിറ്റിയുടെ പ്രശ്നമൊക്കെ ഉണ്ടാവും കേട്ടോ. അമ്മ മൊബൈലിൽ ഷൂട്ട് ചെയ്തത്. ചോറ് വെച്ച് കൊടുത്തിട്ട് ആൾ വന്നെയാണ് ഈ കാണുന്നത്. അപ്പോൾ വന്നിട്ട് ഒറ്റ എടുത്തിട്ട് ഓടിക്കളയും. അപ്പോൾ ഇവനുള്ളപ്പോൾ ചില ടൈമിൽ അവിടെ ഇരുന്ന് കഴിക്കാറുണ്ടെന്ന് പറയും. പക്ഷേ ഞാനുള്ളതുകൊണ്ടാണ് തോന്നുന്നത് അവിടെ നിന്ന് എൻ്റെ സൗണ്ടൊക്കെ കേട്ടിട്ട് സാധനം എടുക്കും. ആ ടേബിളിനെ ഞാൻ പറഞ്ഞില്ല, ടേബിളിൻ്റെ അടിയിൽ ആ ടേബിൾ ചുറ്റിപ്പറ്റിയാണ് ഈ പുള്ളിക്കാരൻ്റെ ലൈഫ് ഇരിക്കണം. ചിണ്ടുപ്പള്ളിയുടെ ലൈഫ് അവിടെയാണ്, ആ ടേബിളിനെ ചുറ്റിപ്പറ്റിയാണ്. ഭയങ്കര രസമുണ്ട്. അപ്പം ഇതേ വന്ന പോയിക്കോട്ടെ. ഭയങ്കര അത് അവിടെ ഒന്ന് വെള്ളം കുടിക്കുകയൊക്കെ ചെയ്യും. അവനെ വെള്ളം വെച്ചേക്കണല്ലോ. ഇതിപ്പോൾ ചിലപ്പോൾ എന്നെ കണ്ടിട്ടായിരിക്കണം അവൻ പറഞ്ഞ് വെച്ച്. പിന്നെ ഞാൻ ഇതിൻ്റെ ഇടയിൽ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ചോറ് മാത്രം കൊടുത്താൽ എങ്ങനെ ശരിയാണ്. പണ്ടെൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞാൽ മീന് ചോറ് മാത്രം കൊടുത്താൽ തന്നെ കറിയും കൂടി കൊടുക്കണ്ടേ. അങ്ങനെ ഞാൻ ചാളക്കറി കൊടുത്തുന്നു. പണ്ടൊരു സംഭവം ഉണ്ട്, അത് ഞാൻ എപ്പോഴെങ്കിലും ഒരു അവസരത്തിൽ പറയാം. അയ്യോ വലിയൊരു കഥയാണ്. അപ്പോൾ ആ പറഞ്ഞാൽ ഞാൻ ഒരു ബീഫിൻ്റെ പീസ് വെച്ച് നോക്കി. അപ്പോൾ ഈ ബീഫിൻ്റെ പീസ് വെച്ച് നോക്കിയിട്ട് ഈ ആശാനത് പിടിച്ചെന്ന് എനിക്ക് മനസ്സിലായി. കാരണം മറ്റേത് അവിടെ വന്നിട്ട് ഒറ്റ എടുപ്പെടുത്തിട്ട് പോകും. ഇനി അതുകൊണ്ടാണോ പിന്നെ വേറൊരു സംഭവം എന്ന് വെച്ചാൽ ഇതിൻ്റെ എന്താണ് കൊക്കിലൊതുങ്ങണത് കൊത്താൻ പാടുള്ളൂ എന്ന് പറയില്ല. പറഞ്ഞാൽ അതുകൊണ്ടാണെന്ന് പറഞ്ഞിട്ട് ഇച്ചിരി വലിപ്പമുള്ള പീസായിപ്പോയി വെച്ചത് കണ്ട. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ കുറേ നേരം നോക്കിയിരുന്നിട്ട് ഇത് എടുക്കാനുള്ളൊരു ട്രൈ ചെയ്ത്. പക്ഷേ പുള്ളിയുടെ കയ്യിൽ നിന്ന് പോയി. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ കൊക്കിലൊതുങ്ങണത് കൊത്താൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ സംഭവിച്ചൊരു കാര്യമാണെന്ന് തോന്നണത്. ശേഷം ഞങ്ങൾ പോന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ആശാൻ ആ ബീഫ് കഴിച്ചെന്നുള്ള രീതിയിലാണ് അവൻ പറഞ്ഞത്. കാരണം അവിടെ കാണുന്നുണ്ടായില്ല. പിന്നെ അപ്പോൾ നോക്കിക്കോട്ടെ, ആ ബീഫ് എടുക്കാൻ പോണൊരു കാഴ്ച കണ്ടോട്ടെ. ഇങ്ങനെ കുറേ നേരം അതിൻ്റെ അതേക്ക് നോക്കിയിരുന്നു. എന്നിട്ട് ഒറ്റ അറ്റാക്കായിരുന്നു. പക്ഷേ വയലിക്ക് ഒതുങ്ങിയില്ല കണ്ട. പക്ഷേ പിന്നീട് അത് കഴിച്ചെന്നുള്ളതാണ് അറിയാൻ സാധിച്ചേട്ടെ. ഞാനത് ചോദിച്ചിരുന്നു. പിന്നെ ഞാനാണെങ്കിൽ ഈ വീഡിയോ എടുത്ത് വെച്ചിട്ട് ഇവൻ 2-3 വീഡിയോ ക്ലിപ്പ് ഇവൻ്റെ കയ്യിലുണ്ട്. അപ്പം ഞാൻ പറയട്ടെ, ആ വീഡിയോ ക്ലിപ്പ് കൂടി തന്നിട്ട് നമുക്ക് എനിക്ക് ഈ വീഡിയോ ഒരു കണ്ടൻറ്റായിട്ട് നമ്മുടെ യൂട്യൂബിൽ ചാനൽ ഇടണമെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇപ്പോഴാണ്
ഇപ്പോഴാണ് എല്ലാം കൂടി കറക്റ്റായിട്ട് കിട്ടിയത് കേട്ടോ. ഞാനും വിട്ടുപോയായിരുന്നു അതിൻ്റെ ഇടയിൽ. ഞാൻ ഓരോ ഫോൾഡർ ഓപ്പൺ ചെയ്യുമ്പോഴായിരിക്കും ഇങ്ങനെ ഓരോന്നൊക്കെ എടുത്ത് വെച്ചേക്കണം കാണുന്നത്. അപ്പോൾ പിന്നെ അവൻ്റെ നിന്നും വീഡിയോ മേടിച്ചിട്ട് ഇട്ടാണ്. എന്തായാലും ഇവൻ്റെയും ചിണ്ടുപ്പല്ലിയുടെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു വെറൈറ്റി വീഡിയോ തന്നെ ആയിരുന്നു അല്ലേ. ഇതാ ഇവിടെ ഇരിക്കുന്ന ആൾ. ഈ വീഡിയോയിൽ നിങ്ങൾ ഒരാളെ കൂടി കാണാൻ കേട്ടോ. ഈ ചിണ്ടുപ്പല്ലിനെ നമ്മളിലേക്ക് എത്തിച്ച, അതായത് ചിണ്ടുപ്പല്ലിനെ വളർത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ടോണിക്കുട്ടൻ, എൻ്റെ സുഹൃത്ത്, അവനെയും കൂടി ഒന്ന് കാണാനുണ്ട്. അവനെ കൂടി കാണിച്ചിട്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം അല്ലേ. അപ്പോൾ എന്തായാലും നമ്മുടെ ചാനലിലൂടെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ആണ്. ഇപ്പോൾ തന്നെ ഫോളോ ചെയ്തേക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. നമ്മുടെ ചാനലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്, എപ്പോൾ എന്ത് എങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഇതേപോലെ പല സാധനവും വരും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. ഓക്കെ, ബൈ. ആരാ 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 ആരാ